ഈ ഫാറ്റ് ലിവർ വണ്ണം ഉള്ളവർക്ക് മാത്രമല്ല, വണ്ണം ഇല്ലാത്തവർക്കും വരും. പുറമെ കാണുമ്പോൾ നല്ല മെലിഞ്ഞിട്ട് ആയിട്ടുള്ളവർക്കും ഫാറ്റ് ലിവർ വരും. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് 25 വയസ്സുള്ള ഒരു IT പ്രൊഫഷണൽ ഒരു ലേഡിയാണ്. ഇവരുടെ പ്രഗ്നൻസി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്തു. ഇവർക്ക് എങ്ങനെ വെയിറ്റ് കുറയ്ക്കണമെന്നാണ്, പക്ഷേ വീട്ടുകാർ സമ്മതിക്കത്തില്ല. ഇപ്പോഴാണ് കറക്റ്റ് വെയിറ്റ് ആയത്. കാരണം നേരത്തെ ഒത്തിരി മെലിഞ്ഞിട്ടായിരുന്നു, ഇപ്പോൾ കുറച്ചൊരു 10 കിലോയൊക്കെ കൂടിയപ്പോഴത്തേക്കും ആ ഭയങ്കരമായിട്ടുള്ള മെലിഞ്ഞിട്ടുള്ള ലുക്ക് മാറി. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഗ്രേഡ് 3 ഫാറ്റ് ലിവറാണ്. അപ്പം ഈ പേഷ്യൻ്റെ അടുത്ത് ഞാൻ എത്ര പറഞ്ഞാലും വെയിറ്റ് കുറയ്ക്കാൻ സമ്മതിക്കത്തില്ല. കാരണം അത്രയ്ക്കും പ്രഷറാണ്. ഞാൻ ഇപ്പോഴാണ് എന്നെ കാണാൻ ഭംഗിയെന്നാണ് വീട്ടുകാരെല്ലാവരും പറയുന്നത്. ഞാൻ പിന്നെ അവരുടെ വീഡിയോ കോൾ ചെയ്ത് ഹസ്ബൻഡിനെയും മദറിലോ ഒക്കെ കൺവിൻസ് ചെയ്ത് എങ്ങനെയും വെയിറ്റ് കുറച്ച് അവരുടെ പഴയ വെയിറ്റിലോട്ട്, പ്രീ പ്രഗ്നൻസി വെയിറ്റിലോട്ട് പോയാലേ ഈ ഗ്രേഡ് 3 ഫാറ്റ് ലിവർ മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അസുഖം മാറുവാണെങ്കിൽ നമുക്ക് വെയിറ്റ് ഒന്ന് കുറച്ച് നോക്കാം, അസുഖം മാറിയില്ല വീണ്ടും വെയിറ്റ് കൂട്ടണമെന്നും പറഞ്ഞു. ഞാൻ അങ്ങനെ ആ ചലഞ്ച് ഏറ്റെടുത്തു. മൈസൂർ ക്ലിനിക്കിലൂടെ വന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് ആ പ്രീ പ്രഗ്നൻസി വെയിറ്റിലോട്ട് പോയി. അപ്പോൾ ഈ പ്രീ പ്രഗ്നൻസി വെയിറ്റിലോട്ട് പോയപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഈ ഗ്രേഡ് 3 ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മാറി. അല്ല, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ബേസ് ലൈൻ വെയിറ്റിൽ നിന്ന് എത്ര കൂടുതലായിട്ട് നമ്മുടെ വെയിറ്റ് ഗെയിൻ ചെയ്തോ ഈ ഫാറ്റ് ലിവർ പോലുള്ള ജീവിതശൈലി അസുഖങ്ങളോ വരാനുള്ള ചാൻസ് നമുക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പലർക്കും അത് അറിയാതെ പോകും. ഇതിൻ്റെ ഭവിഷ്യത്തുകൾ കൂടി സങ്കീർണമായിട്ടുള്ള ഈ സിറോസിസ് ഒക്കെ വരുമ്പോഴായിരിക്കും പലരും അത് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ബേസ് ലൈൻ വെയിറ്റിൽ നിന്ന് ഒത്തിരി വെയിറ്റ് ഗെയിൻ കൂടാതെ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമായിട്ട് ഈ ഒരു ലോകത്ത് ജീവിക്കാൻ പറ്റും. നന്ദി.